വെനസ്വേലയ്ക്ക് പിന്നാലെ ട്രംപ് ക്യൂബയെ ലക്ഷ്യമിടുകയാണോ? അതിന്റെ സൂചനകളാണോ ട്രംപ് നൽകുന്നത്? ക്യൂബയെ പറ്റി പറയുമ്പോൾ ക്യൂബയിൽ ഇത് ട്രംപ് എന്ന് പറഞ്ഞാൽ 15ാമത്തെ പ്രസിഡന്റാണ്. ക്യൂബയെ ട്രംപിന്റെ 2ാമത്തെ ടേമാണ്. അപ്പൊ ട്രംപ് 15ാമത്തെ പ്രസിഡന്റാണ്. ക്യൂബയെ തകർക്കണം അല്ലെങ്കിൽ ക്യൂബയിൽ റെജിം ചേഞ്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട പ്രസിഡന്റുകളിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പം അദ്ദേഹത്തിന് മുമ്പ് 14 പ്രസിഡന്റുമാര് ക്യൂബയില് റെജിം ചേഞ്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞ് അത് സാധിക്കാതെ അവർ മരിച്ചു പോയിട്ടുണ്ട്. പലരും, ഒബാമയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഭൂരിപക്ഷം ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ക്യൂബയിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മിക്കേണ്ടത് ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ശീതസമരം ആഗോളതലത്തിൽ അവസാനിച്ചു എന്ന് നമ്മൾ കരുതി. അപ്പോൾ ഒരു യൂണിപോളർ വേൾഡ് ലോകത്ത് ഉയർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഒരുപാട് അവരുടെ മുൻ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം നല്ല രീതിയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ മുട്ടുകുത്തിച്ച ചെറിയ രാജ്യമായ വിയറ്റ്നാമിനോടുകൂടി പോലും അവരുടെ ബന്ധം വളരെ ശക്തമായിട്ട് പുനഃസ്ഥാപിച്ചത് 90കളിലാണ്. പക്ഷെ ആ സമയത്ത് പോലും ക്യൂബയുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തിക എല്ലാ തരത്തിലുള്ള സാഹചര്യവും ഉള്ള ആ സമയത്താണ് പ്രധാനപ്പെട്ട, അന്നും ഡെമോക്രാറ്റ്സ് ആണ് അധികാരത്തിലുള്ളത്, ബിൽ ക്ലിന്റൺ അടക്കമുണ്ട്. അന്നാണ് ടോർസെല്ലി ആക്ടും അതുപോലെ ഹെംസ് ബർട്ടൺ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ അമേരിക്കൻ കോൺഗ്രസ് കൊണ്ടുവന്നത്. അതില് ഈ ക്യൂബയിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ക്യൂബക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ 70-കൾക്ക് ശേഷം 50-കൾക്ക് ശേഷം റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങൾ 90കളിൽ തന്നെ അനുഭവിച്ചതാണ്. ഇപ്പോഴിപ്പം 2026 ആകുമ്പോഴേക്ക് എത്രമാത്രം ഭീകരമായിരിക്കും ആ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ പ്രത്യേകിച്ച് ഈ സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട് ക്യൂബയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം 67 വർഷമായിട്ട് അവർ തുടരുന്നു. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ 90കളിൽ അസ്തമിച്ചു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ നിലനിന്ന സമയത്തുള്ള ക്യൂബയെക്കാളും കൂടുതൽ സോവിയറ്റ് യൂണിയൻ നിലനിൽക്കാത്ത സമയത്തുള്ള ക്യൂബയാണ് നമ്മളുടെ മുമ്പിലുള്ള ക്യൂബയുടെ അതിജീവനത്തിന്റെ ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പം ക്യൂബയ്ക്കെതിരായിട്ടുള്ള ഇത് പുതുമയൊന്നുള്ള ഒരു സംഭവമല്ല. പക്ഷെ ട്രംപ് എന്ന ഒരു ഭരണാധികാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മറ്റുള്ള പ്രസിഡന്റുമാരിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതാണ്. കാരണം ഇത് ഒരു അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു അമേരിക്കൻ എംപയറിന്റെ തകർച്ചയുടെ സമയത്തുള്ള അവിടുത്തെ ഏറ്റവും കുബേരരായ അദ്ദേഹത്തിന്റെ ഫാമിലി അടക്കമുള്ള കുബേരരായ ആളുകളുടെ അവരുടെ എല്ലാ തരത്തിലുള്ള അവർക്ക് വേണ്ടി ഉള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിനും നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം അതിലുണ്ട്. സൈനിക സഹായത്തിന് പകരമായി വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഇനി കിട്ടില്ല എന്ന് ട്രംപ് പറയുന്നു. ഒപ്പം വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഇനി ലഭിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. ക്യൂബയെ സംബന്ധിച്ച് നിലനിൽപ്പ് എത്രമാത്രം വെല്ലുവിളിയാണ് ഈ ഘട്ടത്തിൽ? ക്യൂബ അല്ലെങ്കിൽ തന്നെ ഒരുപാട് തരം ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ആ നാട് വിട്ടു പോകുന്നത്. അതിപ്പം സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തോളം അമേരിക്കൻ സാങ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പിന്നെ സോവിയറ്റ് യൂണിയൻ പോയതിനു ശേഷവും ഒരുപാട് കാലം സാങ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ചില കാലഘട്ടത്തിലൊന്നും വെനസ്വേലയുടെ സഹായം പോലും കിട്ടിയിട്ടില്ല. ഹ്യൂഗോ ചാവേസ് വന്നതിന് ശേഷം മാത്രമാണ് ആ സഹായം കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും ചില മുടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളുമായിട്ടുള്ള, ഇപ്പൊ ഇന്ത്യ ഉദാഹരണത്തിലെടുക്കുക, ഇവിടെ ബാംഗ്ലൂര് ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ള ബയോകോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമ കമ്പനി ഉണ്ട്. അവരുടെ ആദ്യത്തെ മില്യൺസ് അവരുണ്ടാക്കിയിട്ടുള്ള ക്യൂബയായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ക്യൂബൻ
ബയോടെക്നോളജി പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അവർ കൂടുതൽ വലുതായപ്പോൾ അമേരിക്കൻ സാങ്ഷൻസ് പേടിച്ചിട്ട് അവർക്ക് ക്യൂബയുമായി ബന്ധം തുടരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ക്യൂബ എപ്പോഴും അവര് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അതിപ്പം വെനിസ്വേലയുടെ സഹായം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഓയിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പിന്നെ അവർ മെഡിക്കൽ സർവീസസ് കൊടുക്കുന്ന അവർക്ക് കിട്ടുന്ന റെമിറ്റൻസസ്, അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി സർവീസസ് കൊടുക്കുന്നതുകൊണ്ടുള്ള പണം, ഇതൊന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെ അതിജീവിക്കുന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ഈ പ്രതിസന്ധികൾ എത്രയോ കാലമായിട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ക്യൂബ. അമേരിക്കയെ പതിറ്റാണ്ടുകൾ ചെറുത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രം ക്യൂബയെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷേ അതിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ക്യൂബയെ അടുത്തറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് ഉണ്ട്. ഏത് രാജ്യത്തായാലും അങ്ങനെ ഒരു, ഇപ്പം ഇറാനിൽ പോയാലും ഒരുപാട് ആളുകൾ പിന്നെ ഇറാനിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആളുകളുണ്ട്. അതിപ്പോ ഇന്ത്യയിൽ നോക്കിയാലും ഇത്രയധികം വലിയ ശക്തിയോടെ ഭരിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറയുന്ന ഇന്ത്യയിൽ പോലും എത്രയോ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ക്യൂബ 1959 മുതൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, അതായത് 60 തൊട്ട് തന്നെ എന്ത് തന്നെയായാലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ടാണുള്ളത്. എത്രയോ വലിയ മുന്നേറ്റം അവര് പല കാര്യങ്ങളിലുണ്ട്. പക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള പലർക്കും ആ ഒരു ക്യൂബൻ റവല്യൂഷൻ, ആ ഒരു വിപ്ലവത്തിനെ പറ്റിയുള്ള അവരുടെ ഓർമ്മകൾ അവർക്കില്ല. പഴയ തലമുറക്കുണ്ട്. അവർക്ക് അവര് ചോദിക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം അവിടെ വിദ്യാഭ്യാസം ഫ്രീ ആണ്. നിങ്ങൾ PhD അടക്കം, പോസ്റ്റ് ഡോക് അടക്കം ചെയ്യുന്ന എല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മുഴുവൻ ഫ്രീ ആണ്. പക്ഷെ അവർക്ക് ഈ സാങ്ഷൻസ് കാരണമാണ് അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി എന്ന കാരണം അവർക്ക് അറിയാമെങ്കിലും അവർക്ക് അതിന്റെ റീസൺ അവർക്ക് അറിയണ്ട. ചെറുപ്പക്കാർക്ക് അവർക്ക് ഇതെങ്ങനെ, എന്തുകൊണ്ട് ബാക്കി ലോകത്തിലുള്ള യുവ തലമുറയൊക്കെ ഒരുപാട് വളരെ കൺസ്യൂമറിസ്റ്റായ രീതിയിൽ അവർ പല സാധനങ്ങളും വാങ്ങുന്നതും ഒരുപാട് ഉപയോഗം നടത്തുന്നതും പല രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതും ഒരുപാട് പണം അവരുണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ട് പൂർണ്ണമായിട്ടും അവർക്ക് അവരുടെ ഭരണകൂടത്തോടുള്ള എതിർപ്പ് അവർക്ക് ഉണ്ട്. അവര് ഞാനത് പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദ റീസൺസ് വൈ ദിസ് ഇസ് ഹാപ്പനിങ്. ഇത് സാങ്ഷൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നുള്ളത് കൊണ്ടൊന്നും അവർക്കതിൽ ഒരു സഹതാപം ഗവൺമെന്റിനോടില്ല. അതുകൊണ്ട് തീർച്ചയായും അതിനകത്ത്, രാജ്യത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ മാറണം എന്നുള്ള കുറച്ച് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കാരണം, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ അമേരിക്കൻ ഐക്യനാടുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ചുറ്റുമുള്ള ലാറ്റിൻ അമേരിക്കയിലെ, അതെന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ വരുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള, റീഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ് ആണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഡ്യൂക്കേഷനും മെഡിക്കൽ കെയറും എല്ലാം ഫ്രീ ആണ്. പലതരത്തിലുള്ള ചെറുപ്പക്കാർക്കും വേണ്ട പല സംഭവങ്ങളും ഫ്രീ ആണ്. അപ്പോൾ അത് കണ്ടിട്ട്, ഇത് ക്യൂബ എന്ന് പറഞ്ഞാൽ 90 മൈൽ അപ്പുറത്താണ് ഫ്ലോറിഡ. അമേരിക്കയുടെ 90 മൈൽ പടിഞ്ഞാറോട്ടാണ് ക്യൂബ ഇരിക്കുന്നത്. അവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനും ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയറും കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരും. 1823 മൺട്രോ ഡോക്ട്രിനിലൂടെ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്കയുടെ സ്വാധീന വലയിലാക്കാനുള്ള ശ്രമങ്ങളെ ട്രംപ് പുനരുജ്ജീവിപ്പിക്കുകയാണെന്ന് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണോ ട്രംപ് ഇപ്പോൾ? ഈ വെനിസ്വേലയും ക്യൂബയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വെനിസ്വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഓയിൽ റിസർവ്സ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പം
അതിനോടുള്ള ഒരു ആക്സസ് അത് പ്രത്യേകമാണ്. അത് ക്യൂബയിലോ അല്ലെങ്കിൽ കൊളംബിയയിലോ അതുപോലുള്ള വേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇല്ല. അത് ഉള്ളത് ആ തരത്തിലുള്ള ഹെവി ക്രൂഡ് പിന്നെ ഉള്ളത് കാനഡയിലാണ്, പിന്നെ റഷ്യയിലും. അപ്പോൾ കാനഡയിലുള്ള താല്പര്യം, ട്രംപിന്റെ താല്പര്യവും ഇത് തന്നെയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ വെനിസ്വേലയോടുള്ള താല്പര്യം പൂർണ്ണമായിട്ടും അവരുടെ ഓയിലിനോടുള്ള താല്പര്യം, അല്ലാതെ ഒരു നാഷണൽ സെക്യൂരിറ്റി റീസൺസ് ഒന്നും അതിലില്ല. പക്ഷെ ക്യൂബയിൽ ഇങ്ങനെ ഓയിൽ ഇല്ല. പക്ഷെ ക്യൂബയിൽ വേറെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അതൊന്നും ടാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം സ്മാർട്ട് ഫോൺസിലും മറ്റും ഉപയോഗിക്കുന്ന കൊബാൾട്ട്, പിന്നെ അതല്ലാതെ നിക്കൽ, ഇതുപോലുള്ള ഇത് നാച്ചുറൽ റിസോഴ്സസ് അവിടെ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് കൊബാൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോങ്കോ ആ ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും അധികം കൊബാൾട്ട് റിസർവ്സ് ഉള്ളത് ക്യൂബയാണ്. പക്ഷെ ഇതൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വെനിസ്വേലയിലാണെങ്കിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഓയിൽ, അവരുടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി പറ്റും. അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അവരുടെ അമേരിക്കയുടെ റിഫൈനറീസിൽ, അത് പ്രത്യേകിച്ച് ഹെവി ക്രൂഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിഫൈനറീസ് ആണ് അമേരിക്കയിൽ ഭൂരിപക്ഷവും ഉള്ളത്. അപ്പം അതിൽ ഈ അമേരിക്കയിൽ കിട്ടുന്ന ഓയിൽ കൊണ്ട് മാത്രം ഗുണമില്ല, ഷെയിൽ ഓയിൽ കൊണ്ട് മാത്രം അത് ഗുണമില്ല. അതൊരു ഒരു സ്ട്രാറ്റജിക് റീസൺ കൂടിയാണ് ഈ വെനിസ്വേലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം. അവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നമാണ്. അമേരിക്കയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് അത് മാഗ ബേസിന് വളരെയധികം അസന്തുഷ്ടി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാരണം കൂടിയാണ് വെനിസ്വേലയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഗ്രീൻലാൻഡിനെയും ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ നാഷണൽ സെക്യൂരിറ്റി അല്ല. അതിപ്പം ആലോചിച്ച് നോക്കൂ, ഗ്രീൻലാൻഡിനെ പറ്റി പറയുന്നത് അവിടെ റഷ്യ അമേരിക്കയ്ക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആണെന്ന് പറയുന്നത്. അത് എത്രമാത്രം തെറ്റായ ഒരു വാദമാണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അവിടെ ഗ്രീൻലാൻഡിൽ അമേരിക്കക്ക് അവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ എത്ര ആളെ വേണമെങ്കിലും അവർക്ക് ഇരുത്താം. രണ്ടാമത്, അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് നേറ്റോ അടക്കമുള്ള അമേരിക്കൻ ഒരു രാജ്യങ്ങൾക്ക് ഈ റഷ്യ എങ്കിൽ, ഉക്രൈനില് റഷ്യ, പ്രത്യേകിച്ച് ട്രംപിന്റെ പോളിസി ഇതുപോലെ ആവില്ലല്ലോ. പ്രത്യേകിച്ച് അവിടെ യുക്രൈനില് യുദ്ധം നിർത്തണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ട്രംപ് പോകുന്നത്. അതിന് അനുകൂലമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അത് തുടരണം എന്നാണ്. അപ്പം അവരുടെ ഇതുപോലുള്ള വാദങ്ങൾക്കൊന്നും വലിയ അർത്ഥമേ ഇല്ല. അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ എംപയറിൽ ആ തകർച്ചയുടെ വീഴ്ച വളരെയധികം ആർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ട്രംപിന്റെ ഫാമിലിക്ക് വേണ്ടിയും അവിടുത്തെ വലിയ കോർപ്പറേഷൻസിനും ആ തകർച്ചയുടെ ആഘാതം കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ട്രംപിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രംപ് രാവിലെ എഴുതുന്ന സംഭവങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറയുന്ന ഓരോ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് അർത്ഥം മനസ്സിലാവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.